നരേന്ദ്രമോദി ഇപ്പോൾ റോൾ മോഡലാണ്. അയോധ്യയിൽ രാമക്ഷേത്രം പണിതുകൊണ്ടോ? അതെന്താ ചെറിയ കാര്യമാണോ? അയോധ്യയിൽ ഒരു രാമക്ഷേത്രം എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. നമ്മുടെ സംസ്കാരത്തെ പുനഃസ്ഥാപിക്കുകയാണ്. രാമൻ ഒരു റോൾ മോഡലാക്കാവുന്ന വ്യക്തിയാണ്. നാട്ടുകാർ ചേർന്ന് നിന്ന് നിന്റെ ഭാര്യ പിഴച്ചവളാണെന്ന് പറഞ്ഞപ്പോൾ ഭാര്യയെ വഴിയിൽ ഉപേക്ഷിച്ചു പോയ ശ്രീരാമൻ. സീത എന്ന് പറയുന്നത് നമ്മളുടെ തന്നെ ശരീരത്തിൽ നമ്മളുടെ ബുദ്ധിയാണ്. രാമൻ എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സാണ്, മനസാക്ഷിയാണ് ലക്ഷ്മണൻ. അപ്പം രാമൻ എന്ന് പറയുന്നത് മനുഷ്യ ശരീരമാണ്, ദശരഥന്റെ രാജ്യം. രാമൻ അവിടെ മനസ്സാണ്. ആണ്. രാമൻ എന്ന് പറഞ്ഞ ഒരാൾ ജീവിച്ചിരുന്നില്ല. അപ്പൊ രാമൻ എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിരുന്നില്ല. അയോധ്യയിലല്ല രാമൻ പിറന്നത്. അയോധ്യയിൽ ഒരു രാമക്ഷേത്രത്തിന്റെ ആവശ്യം. നിലവിലുണ്ടായിരുന്ന മുസ്ലിം സഹോദരന്മാരുടെ ഒരു പള്ളി ഒരു രഥയാത്ര നടത്തി കർസേവകർ കയറി ഇടിച്ച് പൊളിച്ച് തകർത്തിട്ടാണ് അവിടെ രാമക്ഷേത്രം പണിത്. ഇന്ത്യ മുഴുവൻ ഹിന്ദുക്കളുടെ ആയിരുന്നില്ലേ? അവരൊന്നും ന്യൂനപക്ഷമൊന്നുമില്ല. ചുമ്മാ വെറുതെ ഇരുന്നു പറഞ്ഞ് ന്യൂനപക്ഷം ആക്കല്ല. എന്ത് ന്യൂനപക്ഷ? ഒരു ന്യൂനപക്ഷവും ഇല്ല. എല്ലാവരും അവനവൻ്റെ തോന്നിവാസം പറഞ്ഞുകൊണ്ടിരിക്കുക. താങ്കളെ ഞാൻ മുഖത്തോക്കി സംഖ്യ എന്ന് വിളിച്ച? നിങ്ങൾ വിളിച്ചപ്പോൾ എനിക്കെന്താ കുഴപ്പം? ഞാൻ മങ്കീന്ന് വിളിക്കോ, സംഖ്യന്ന് വിളിക്കോ, കൊങ്കീന്ന് വിളിക്കോ, കഴുതാന്ന് വിളിക്കോ? നിങ്ങൾ എന്തുകൊണ്ടും വിളിച്ചോ? എനിക്കിപ്പോൾ എന്താ? നരേന്ദ്രമോദിയാണോ ഇഷ്ടപ്പെട്ടത്? വിളിക്കുന്നത് നരേന്ദ്രമോദി ഇപ്പോൾ റോൾ മോഡലാണ്. ആർക്ക്? ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് പറയാൻ എനിക്ക്. ആർക്ക്? ഭാരതത്തിന്, ലോകത്തിന് മുഴുവൻ. അയോധ്യയിൽ രാമക്ഷേത്രം പണിതുകൊണ്ടോ? അതെന്താ ചെറിയ കാര്യമാണോ? അയോധ്യയിൽ ഒരു രാമക്ഷേത്രം എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. നമ്മുടെ സംസ്കാരത്തെ പുനഃസ്ഥാപിക്കുകയാണ്. ചെറിയ കാര്യമല്ല. രാമൻ ഒരു റോൾ മോഡലാക്കാവുന്ന വ്യക്തിയാണ്. നിങ്ങളൊന്ന് നോക്കുക, ഒരു 5000 വർഷം പിന്നോട്ട് നോക്ക്. ഇവിടെ വന്ന് മുഗളരും മറ്റുള്ളവരൊക്കെ ചെയ്തതെന്താ? അച്ഛനെ പിടിച്ച് കൊന്ന് ജയിലിലിട്ട് സകല വൃത്തികേടും കാണിക്കുന്ന ഒരു കഥയാണ് നമുക്കിവിടെ ഉണ്ടായിട്ടുള്ളത്. ബ്രിട്ടീഷ് ഭരണകാലത്തോ മുഗളുടെ ഭരണകാലത്തോ മറ്റുള്ള ഏതെങ്കിലും ഭരണകാലത്ത് ഇല്ലാത്ത ഒരു നല്ല സംസ്കാരത്തെ ശ്രീരാമൻ്റെ സംസ്കാരം ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. നാട്ടുകാർ ചേർന്ന് നിന്ന് നിന്റെ ഭാര്യ പിഴച്ചവളാണെന്ന് പറഞ്ഞപ്പോൾ ഭാര്യയെ വഴിയിൽ ഉപേക്ഷിച്ചു പോയ ശ്രീരാമൻ. ഒരു മിനിറ്റ്, വീണ്ടും പുരാണത്തിലേക്ക് അപ്പൊ എനിക്ക് ആ സീത എവിടെയായിരിക്കണത്? സീത എന്ന് പറയുന്നത് നമ്മളുടെ തന്നെ ശരീരത്തിൽ നമ്മളുടെ ബുദ്ധിയാണ്. രാമൻ എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സാണ്, മനസാക്ഷിയാണ് ലക്ഷ്മണൻ. ലങ്ക എന്ന് പറയുന്നത് നമ്മളിൽ തന്നെയാണ്. ഈ 1000 തലയുള്ള അല്ലെങ്കിൽ 10 തലയുള്ള രാവണൻ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. അറിവ് ഒരല്പം വരുമ്പോഴേക്കും നമ്മളുടെ രാവണൻ എണീക്കും. നമ്മളുടെ രാവണനെ ഈ ലങ്കയെ മുഴുവൻ ദഹിപ്പിച്ചിട്ട് ഈ ബുദ്ധിയാകുന്ന ആത്മജ്ഞാനിയായിട്ടുള്ള ഒരുത്തൻ്റെ ബുദ്ധിയിൽ പിന്നെ സീതയ്ക്ക് സ്ഥാനമില്ല. അവൻ പോയി. ആര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ? ഇതാർക്കും പറയാറിയെങ്കിലേ പറയുള്ളൂ. അതാ ഞാൻ ചോദിച്ചത്. ഇത് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ആട്ടുംകാട്ടവും കൂർക്കക്കിഴങ്ങും തിരിച്ചറിയില്ലാൻ പാടില്ലാത്ത ഒരു സമൂഹത്തിലിരുന്നുകൊണ്ട് ഞാൻ ഈ ആത്മീയത പറഞ്ഞ് എത്ര പേര് അംഗീകരിക്കും? അവർക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എൻ്റെ അടുത്തേക്ക് വരണം. ഒരിക്കലും പഞ്ചസാരയ്ക്ക് ഉറുമ്പിൻ്റെ അടുത്തേക്ക് എല്ലാം പറ്റില്ല. ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്ന രാമായണം ഇങ്ങനെയാണ്. ഏതാ? ശ്രീരാമനും ലക്ഷ്മണനും സീതയും കൂടി കാട് കയറും. അതിന് പിന്നിലുള്ള കഥകൾ എല്ലാവർക്കും അറിയാം. അവിടെ നിന്നും ലക്ഷ്മണനോട് കൊതിപൂണ്ട ശൂർപ്പണക ലക്ഷ്മണനെ സമീപിക്കും. പക്ഷേ ലക്ഷ്മണൻ ശൂർപ്പണകയുടെ മൂക്കരിഞ്ഞു മാറ്റുന്നു. ജ്യേഷ്ഠനായ രാവണനോട് പരാതി പറയുന്നു. കോപിഷ്ഠനായ രാവണൻ ഇവരെ കാണാൻ വേണ്ടി വരുന്നു. പക്ഷെ സീതയെ കണ്ട് രാവണന് ഒരു ഭ്രമം തോന്നുന്നു. അത് സീതയുടെ ശരീരത്തിനോടുള്ള ഭ്രമമല്ല, ലങ്കയ്ക്ക് അലങ്കാരമാക്കി സീതയെ കൊണ്ടുപോകണം എന്ന ഭ്രമം. വളരെ മാന്യമായിട്ടാണ് കൊണ്ടുപോയിട്ടും തൊട്ടിട്ടില്ല. സീതയുടെ സമ്മതത്തിന് വേണ്ടി മാറ്റിവെച്ചു. അത്രയ്ക്ക് വാല്യുബിൾ ആയിരുന്നു രാവണന് സീത. ആ വില്ലൻ കഥാപാത്രം കാണിച്ച വാല്യു പോലും തിരിച്ചെത്തിയ സീതയ്ക്ക് മുന്നിൽ യുദ്ധം ചെയ്താണ് തിരിച്ചു കൊണ്ടുവരുന്നത്. രാമൻ കാട്ടിയില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ. ജനങ്ങൾ പറഞ്ഞത് കേട്ട് രാമൻ സീതയെ കാട്ടിൽ ഉപേക്ഷിക്കുകയാണ്. ഗർഭിണിയായ സീത കാട്ടിൽ പ്രസവിക്കുന്നു, കുട്ടികളെ വളർത്തുന്നു. അവിടെ അപ്പുറത്ത് തനിക്കിഷ്ടപ്പെട്ടത് തൻ്റെ സ്വന്തം നാടിനും സ്വന്തം ജീവിതത്തിലും വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ സമ്മതത്തിന് വേണ്ടി കാത്തിരുന്ന് അവസാനം മരണം വരിച്ചൊരു രാവണനുണ്ട്. ഇതാണ് സാധാരണക്കാരൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന രാമായണം. എനിക്ക് അറിയേണ്ടത് അങ്ങ് പറഞ്ഞ രാമായണം ഉണ്ടല്ലോ, ആ ബുദ്ധിയും ഹൃദയവും കണക്ട് ചെയ്ത് ഒന്ന് വ്യക്തമാക്കി പറഞ്ഞു തരണം. ദശരഥൻ എന്ന് പറയുന്നത് നമ്മളുടെ തന്നെ 5 കർമ്മേന്ദ്രിയവും 5 ജ്ഞാനേന്ദ്രിയവുമാണ്. ഇതാണ് ഈ ദശരഥൻ. ദശരഥ മഹാരാജാവിൻ്റെ രാജ്യം എന്ന് പറയുന്നത് ശരീരമാണ്. ഇതിനകത്ത് രാമായണത്തിൽ മത്സ്യാവതാരം തൊട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രാമൻ എന്ന് പറയുന്ന അവതാരം നമ്മളുടെ മനസ്സാണ്. മനസാക്ഷിയാണ് ലക്ഷ്മണൻ. മനസ്സും മനസാക്ഷിയും എപ്പോഴും ഒരുമിച്ചാണ്. അവർ 4 സഹോദരങ്ങളും നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഞാൻ പ്രധാന കഥാപാത്രത്തിൽ പോവാണ്. ഉഴവ് ചാലിൽ നിന്നാണ് സീത വന്നത്. അത് നമ്മളുടെ ബുദ്ധിയിലാണ് ഉഴവ് നടക്കുന്നത്. സീത ഉണരും. രാമ എന്ന് പറയുന്ന മനസ്സും ബുദ്ധിയുമാകുന്ന 2 ഈ രാമനും ആ രാമനും. ഇവർ തമ്മിൽ
നിരന്തരമായിട്ട് സംവാദം നടക്കുമ്പോൾ ഇവർ തമ്മിൽ ലയനമുണ്ടാവും. അത് ആത്മജ്ഞാനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അങ്ങനെ സീതാരാമ ലയനമുണ്ടായാൽ നമ്മൾ ഈ ശരീരത്തെ ഉപേക്ഷിച്ച് 14 ഡയമെൻഷനും വിട്ടു പോകും. ഈ കാണുന്ന 14 വർഷത്തേക്ക് വനവാസത്തിന് പോകും. അങ്ങനെ പോകുന്ന സമയത്ത് ബുദ്ധിയുമില്ല, മനസ്സുമില്ല. അവിടെ ഇത് ജഡമായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. വാത്മീകി ചിതൽപുറ്റിൽ എന്ന പോലെ ഇരിക്കണമെന്ന് പറയുന്നത് അവിടെയാണ്. സമാധിയിലിരിക്കുകയാണ്. 14 ഡയമെൻഷനും ക്രോസ് ചെയ്ത് ചെന്ന് കഴിയുമ്പോൾ അവിടെ നമ്മൾക്ക് ചിന്തകൾ കൊണ്ട് സൃഷ്ടി നടത്താൻ പറ്റും. ഈ രാമായണത്തിൻ്റെ ആ പുരാണത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ ആ ഒരു പ്രത്യേകത ഒന്ന് മനസ്സിലാക്കണം. വാത്മീകി മഹർഷി ലവകുശന്മാരോട് പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് രാമായണം. അതെ. അപ്പോൾ വാത്മീകിയുടെ ആയുസ് എത്രയാണ്? ദശരഥൻ്റെ മുതൽ ഈ പറയുന്ന കൊച്ചുപുത്രൻ്റെ വരെ കൂടെ ഇരുന്നിട്ട് ഇരിക്കുകയാണ്. ഇത് സൃഷ്ടിച്ചത് മുഴുവൻ ആരാ? വാത്മീകിയാണ്. വാൽമീകിയുടെ ഭാവനയിൽ തെളിഞ്ഞൊരു സൃഷ്ടിയല്ലേ? ഭാവനയിലല്ല, വെറും ധ്യാനത്തിൽ സൃഷ്ടി നടക്കുകയാണ്. വെറും ബുദ്ധി കൊണ്ട് നമ്മൾ ചിത്രം വരയ്ക്കേണ്ട കൈ കൊണ്ട്, മഷി കൊണ്ട്, അതിന് ജീവൻ നൽകുന്നു എന്ന് പറയുന്ന പോലെ ചിന്തകൾ കൊണ്ട് സൃഷ്ടി നടക്കുകയാണ്. ആ സൃഷ്ടി ചെറുതല്ല. ആ തലത്തിലേക്ക് ഉയർന്നു വരണമെന്നുണ്ടെങ്കിൽ 2 അടിച്ചാൽ പോരാ. ശരി, 2 അടിക്കാതെ എനിക്ക് ഉയർന്നു വന്ന ചോദ്യം ഞാൻ ചോദിക്കട്ടെ? ചോദിച്ചോ. അപ്പം രാമൻ എന്ന് പറയുന്നത് മനുഷ്യ ശരീരമാണ്, ദശരഥന്റെ രാജ്യം. രാമൻ അവിടെ മനസ്സാണ്. ആണ്. രാമൻ എന്ന് പറഞ്ഞ ഒരാൾ ജീവിച്ചിരുന്നിട്ടില്ല. ഡെഫിനറ്റ്ലി ഉണ്ട്. അതല്ലേ പറയണത്. നോക്ക്, ഒരാൾക്ക് ഇന്ന് സൃഷ്ടി നൽകണമെന്നുണ്ടെങ്കിൽ ശരീരം വേണം. ഇപ്പോൾ കുറച്ചു മുമ്പ് ആദ്യം ചോദിച്ച ചോദ്യം അതാണ്. ഒരു സ്ത്രീയും പുരുഷനും സംയോജിച്ചാൽ മാത്രമേ അവിടെ കുട്ടി ഉണ്ടാവുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞു. ഇപ്പം സംയോജനമില്ലാണ്ട് അവിടെ സൃഷ്ടി നടന്ന കാര്യം ഞാൻ പറഞ്ഞു. എവിടെ? 14th ഡയമെൻഷനിൽ. നമ്മളുടെ ഈ മെഡിറ്റേഷനിൽ എത്രയോ പേരുടെ മെഡിറ്റേഷൻ്റെ ഉള്ളിൽ ഹാർട്ട് സർജറി, അതുപോലെ അതിലേക്ക് വരാം. ഈ വിഷയത്തിൽ നിന്ന് വ്യതിരിക്കുക. ഓക്കെ. രാമൻ മനസ്സാണ്. വാൽമീകിയുടെ ഭാവനയിൽ തെളിഞ്ഞ ഏതോ ലോകത്ത് നിന്ന് വാൽമീകി സൃഷ്ടിച്ചെടുത്ത കഥയാണ് രാമായണം. അതിൽ രാമായണത്തെ ഡിഫൈൻ ചെയ്യുന്ന ദശരഥൻ ഭരിക്കുന്ന രാജ്യം നമ്മുടെ ശരീരമാണ്. അങ്ങ് പറഞ്ഞ രാമൻ നമ്മുടെ ഹൃദയമാണ്, സീത നമ്മുടെ തലച്ചോറിലാണ്. അത് ഉഴുതുമറിച്ചിട്ടാണ് സീതയെ പുറത്തു കൊണ്ടുവരുന്നത്. ഇതൊക്കെ ഓക്കെയാണ്. അപ്പൊ രാമൻ എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിരുന്നില്ല. അയോധ്യയിലല്ല രാമൻ പിറന്നത്. അയോധ്യയിൽ ഒരു രാമക്ഷേത്രത്തിന്റെ ആവശ്യമില്ല. കേൾക്ക്, ഇത് 2 രീതിയിലാണ്. നമ്മൾ ഒരു കുട്ടി ജനിക്കുന്നത് ഗർഭപാത്രത്തിലാണ്. ആ ജനിച്ച സ്ഥലമുണ്ട്. ഞാൻ ജനിച്ചത് പെരുമ്പാവൂർ, അല്ലെങ്കിൽ കേരളത്തിൽ, ഇന്ത്യയിൽ, ഭൂഗോളത്തിൽ ഒരു സ്ഥലം എന്ന് പറയും. പക്ഷെ ഞാൻ ജനിച്ചത് അമ്മയുടെ ഗർഭപാത്രത്തിലല്ലേ എന്ന് ചോദിക്കരുത്. അതുപോലെ വാത്മീകിയുടെ ഉള്ളിലല്ലേ രാമൻ ജനിച്ചതെന്ന് ചോദിക്കരുത്. രാമൻ്റെ സൃഷ്ടി നടന്ന ഭൂമി ഈ ഭൂലോകത്തിൽ ഈ പറയുന്ന സ്ഥലത്ത് തന്നെയാണ്. എവിടെ ഇരുന്ന് എഴുതിയെന്നുള്ളതല്ല. ഞാനതിൻ്റെ ചരിത്രം അന്വേഷിക്കാൻ പോകല്ലേ. എനിക്കിതിൻ്റെ സത്യാസത്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് അങ്ങേക്ക് നിലവിലുണ്ടായിരുന്ന മുസ്ലിം സഹോദരന്മാരുടെ ഒരു പള്ളി ഒരു രഥയാത്ര നടത്തി കർസേവകർ കയറി ഇടിച്ച് പൊളിച്ച് തകർത്തിട്ടാണ് അവിടെ രാമക്ഷേത്രം പണിത്. ഇത് വെറുതെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഉത്തരം പറയാന്നേ ഉള്ളൂ. ഇതൊക്കെ ഓൾറെഡി ചർച്ച ചെയ്ത് അതിൻ്റെ സത്യം വെളിയിൽ വന്നതാണ്, നമ്മളല്ല. അപ്പൊ അത് രാമജന്മഭൂമി എന്ന് അവകാശപ്പെടുന്നത് തെറ്റല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ഇന്ത്യ മുഴുവൻ ഹിന്ദുക്കളുടെ ആയിരുന്നില്ലേ? ഇന്ത്യ മാത്രമല്ല, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇതിനോട് ചേർന്നിട്ട് എത്രയോ. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിലുള്ള മുസ്ലിം ഇസ്ലാം മതവിശ്വാസികളും ക്രൈസ്തവരും ഒക്കെ ഒരു കാലത്ത് ഹൈന്ദവരായിരുന്നില്ലേ? ആണല്ലോ. അപ്പൊ അവർ നമ്മുടെ സഹോദരങ്ങളല്ലേ? ആണല്ലോ. അല്ലാന്ന് ആരാ പറഞ്ഞത്? അവരോട് ആരാ പറഞ്ഞ് ഇതിൽ നിന്ന് മാറിയച്ച് ഞാൻ ഇതാണെന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ? നമ്മളുടെ ആത്മസഹോദരങ്ങളാണ് ഇവരെല്ലാം. അതിനെ ചേർത്ത് പിടിച്ചല്ലേ ഇത്രയും കാലം നടന്നത്. അല്ല, അവരെ അങ്ങ് അംഗീകരിച്ചു കൊടുത്താൽ പോരെ? അവരോട് പ്രാർത്ഥിച്ചോട്ടെ എന്നൊക്കെ വിചാരിച്ചാൽ പോരെ? ഇതെങ്ങനെ എന്തെല്ലാം കാര്യത്തിലാണ് സമ്മതിച്ചു കൊടുക്കണ്ടോ? ഒന്ന് ശബരിമലയിൽ വാവരെ പ്രതിഷ്ഠിച്ചിട്ടില്ലേ? ഉണ്ടല്ലോ. നമ്മള് പേട്ട തുള്ളാൻ പോകുന്നതിന് മുമ്പ് അവിടെ വാവര് പള്ളി പോയി സന്ദർശിക്കുന്നു. ഒരു ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറയാം. ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ കാണുന്ന ഈ രാഷ്ട്രീയക്കാരെ അങ്ങ് മാറ്റി നിർത്തിക്കോ. നമ്മൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനിയും നമ്മൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ അന്തിച്ചർച്ച ആദ്യം അങ്ങ് നിർത്തിക്കോ. ഒരു പ്രശ്നവുമില്ല. ഇവരാണ് ഇവിടെ പ്രശ്നം മുഴുവൻ. അപ്പൊ എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. അയോധ്യയിൽ രാമക്ഷേത്രം പണിയുന്നു. രാമജന്മഭൂമിയിൽ പണിഞ്ഞോട്ടെ. കാരണം ചരിത്രപരമായ തെളിവുകൾ സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെട്ടപ്പോൾ 72ഓളം രാമക്ഷേത്രത്തിന്റെ തൂണുകൾ ഉണ്ടായിരുന്നു ബാബറി മസ്ജിദിനടിയിൽ എന്നാണ് പറയപ്പെടുന്നത്. സ്വാഭാവികമായും അന്നുണ്ടായിരുന്ന ഒരു ക്ഷേത്രം തച്ച് തകർത്തിട്ടാണ് അവിടെ ബാബർ ഈ പള്ളി പണിയുന്നത്. സ്വാഭാവികമായും അത് പിന്നീട് തകർക്കപ്പെടുന്നു, അവിടെ രാമക്ഷേത്രം പണിയുന്നു. പക്ഷേ ഇത് രാമന്റെ ജന്മഭൂമിയാണ്. രാമൻ എന്ന് പറയുന്ന ഒരു ദൈവ സങ്കല്പമാണ്. രാമായണത്തിൽ വായിച്ചു പഠിച്ച സംഘം എന്ന് പറയുന്നത് മനസ്സാണെന്ന് പറയുന്നത്, മനുഷ്യ ശരീരത്തിലെ മനസ്സാണെന്ന് പറയുന്നത്. ഞാൻ പറയുന്ന തലം വേറെയാണ്. ഇതൊരു അനദർ ഡയമെൻഷൻ. ഞാൻ എന്റെ ചോദ്യം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതായത് തീവ്ര ഹൈന്ദവ വികാരമുയർത്തി വോട്ട് ബാങ്ക്, ഹൈന്ദവ വോട്ട് ബാങ്കുകളെ സംയോജിപ്പിക്കുകയാണ് രാജ്യം ഭരിക്കുന്നവർ. ഹൈന്ദവ വോട്ട് ബാങ്ക് അവിടെ ഉണ്ടാകുമ്പോൾ ഇപ്പുറത്ത് ന്യൂനപക്ഷങ്ങളെന്ന് അവകാശപ്പെടുന്ന ആളുകളുണ്ട്. അവരുടെ അവകാശങ്ങൾ ഇല്ലാതാകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അവരൊന്നും ന്യൂനപക്ഷമൊന്നുമല്ല, ചുമ്മാ വെറുതെ ഇരുന്നുകൊണ്ട് പറഞ്ഞ് ന്യൂനപക്ഷം ആക്കല്ലേ. അവർ പറഞ്ഞ ഈ
എന്താ പറയണേ, ബഹളം ഉണ്ടാക്കുമ്പോൾ പറയണ മുദ്രാവാക്യമൊക്കെ കേട്ടിട്ടില്ല, ഏതാണ്ട് ഊരിയേക്കണത് ഇപ്പം പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ്. എന്ത് ന്യൂനപക്ഷ? ഒരു ന്യൂനപക്ഷവും ഇല്ല. എല്ലാവരും അവനവൻ്റെ തോന്നിവാസം പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊക്കെ വിട്ടുകളാം, നമ്മളിതൊന്നും പറയേണ്ട കാര്യമില്ല. ആത്മീയത മാത്രം ഇപ്പോൾ സംസാരിച്ചാൽ മതി. രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയമായിട്ടാണ് കുഴപ്പമില്ല. രാമജന്മഭൂമി എന്താണെന്നുള്ള അറിയണമെന്നുണ്ടെങ്കിൽ വെറുതെ ഗൂഗിളിൽ പോയി തപ്പി നോക്കിയാൽ എന്നോട് ചോദിക്കൊന്നും വേണ്ട. അത് വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനൊന്നും ഒരു പ്രശ്നമില്ല. അത് അതിൻ്റെ നടക്കേണ്ട രീതിക്ക് നടക്കണ്ട്.